വേസ്റ്റ് ഇല്ലാതെ ഇതെങ്ങനെ കട്ട് ചെയ്യാം. അതെ. അപ്പം മെയിൻ ചെയ്ത് വലിയ ഇത് കിട്ടിയിട്ട് മുഴുവൻ വേസ്റ്റായിട്ട് പോകുന്നു, അല്ലെങ്കിൽ ഇത് എവിടെയും കൊള്ളിക്കാൻ മേലാത്ത ഷേപ്പിൽ വരുന്നു. അങ്ങനെ ചെയ്യാനും പറ്റത്തില്ല. ഒരു കാൽക്കുലേഷൻ അത് കാൽക്കുലേഷൻ. ഇപ്പം അതിനുള്ള ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതിന് സിസ്റ്റം ഇതൊക്കെ സോഫ്റ്റ്വെയർ ഒക്കെ വന്നിട്ടുണ്ട് ഡയമണ്ടൊക്കെ കട്ട് ചെയ്യാനായിട്ടുള്ള. അപ്പോൾ ഇത് പല ഷേപ്പിനകത്തായിരിക്കും വരുന്നത്. റൗണ്ട് കട്ട് കാണും, അങ്ങനെ റൗണ്ട് ബില്യൺ കട്ട് കാണും, സ്റ്റെപ്പ് കട്ട് കാണും, പിന്നെ എമറോൾഡ് കട്ട് എന്ന് പറഞ്ഞൊരു കട്ട് തന്നെയുണ്ട്. കുഷ്യൻ കട്ടിങ് എന്ന് പറയും. സ്ക്വയർ ആയിട്ട് ഉള്ള ഇത് കുഷ്യൻ കട്ടിങ്, ഒരു എമറോൾഡ് കട്ടായത് ഇങ്ങനെ ഇരിക്കുന്നത്. സാധാരണ നമ്മൾ ഈ കല്ലുകളൊക്കെ എന്ന് വെച്ചാൽ ഓവൽ മിക്സ്ഡ് ആണ്. ഓവൽ ഷേപ്പിലുള്ള കല്ലുകളാണ് വരുന്നത്. വളരെ മൈൻ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. ക്ലീനിങ് പ്രോസസ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കട്ട് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഇതെല്ലാം സൂക്ഷിച്ച് നമ്മളെപ്പോലുള്ള ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും സൂക്ഷിക്കണം. ഇത് സൂക്ഷിച്ച് വെച്ച് ഇത് പെട്ടെന്ന് കോറിലൊക്കെ പോലെ തന്നെ ഇതിനും ഡ്രൈനസ് ഉണ്ടാകുന്ന കല്ലാണ്. അപ്പോൾ നമ്മൾ പീരിയോഡിക്കലി ഇവിടെ ഇരിക്കുന്ന സ്റ്റോക്കിലിരിക്കുന്നതൊക്കെ നമ്മൾ ഓയിലിനകത്ത് മുക്കി ഇടുക. സെറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. എമറോൾഡിനാണ് ഏറ്റവും പെട്ടെന്ന്. ഇപ്പോൾ നമ്മളൊരു കല്ലെടുത്ത് അറിയാൻ മേലാതെ ഒരു പണിക്കാരൻ, അല്ലെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നൊരു പണിക്കാരനാണെങ്കിൽ ഇതിൻ്റെ അലൈൻമെൻറ്റ് കിട്ടിയാൽ നമ്മൾ ഒന്നുമില്ല അപ്പം തന്നെ പൊട്ടും. ഇല്ല നമ്മൾ കുറച്ച് ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ടക്കെന്ന് ഇതിനകത്ത് ക്രാക്ക് വീഴും. അറിയാൻ പറ്റില്ല. കൃത്യതയോടുകൂടി ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഈ രത്നക്കല്ലുകൾ പണിയുമ്പോൾ പണികൂലി കൂടുതലാണ്. നമ്മൾ ഡെയിലി ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പങ്കുവെക്കുന്നത്. കാരണം വെച്ചാൽ അയ്യോ സാറേ ഒരു മോതിരം പണിത് ഇപ്പോൾ അതിന് 150 രൂപയുള്ളൂ സാർ, ഇതിന് 550 രൂപ 600 രൂപയ്ക്ക് ആയാലും പറഞ്ഞാൽ, അതായത് ഒരു കല്ല് പണിയാൻ നമ്മൾ ഒരു പണിക്കാരൻ്റെ കയ്യിൽ കൊടുത്താൽ അവനത് ഉത്തരവാദിത്തത്തോടു കൂടി നമ്മൾ നോക്കി കൊടുക്കും. പിന്നെ അവൻ്റെ ഉത്തരവാദിത്തം പൊട്ടിയാൽ അതിൻ്റെ ക്യാഷ് നമുക്ക് പിടിക്കാനുണ്ട്. അതും അവരെപ്പോഴും അതിനൊരു മാർജിൻ ഇട്ടാണ് അവർ ചെയ്യുന്നത്.